മറ്റു വാർത്തയിലേക്ക്. എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത്. കണ്ണൂർ കണ്ണപുരം എടക്കേപ്പുറത്തെ വീട്ടിന് മുന്നിലാണ് റീത്ത് പ്രത്യക്ഷപ്പെട്ടത്. CPIM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങിയത് അനിലായിരുന്നു. സംഭവത്തിൽ കണ്ണപുരം പോലീസിൽ പരാതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അനിൽകുമാർ, ഇത് എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇത് ആരുടെ ചെയ്തിയാണ്? ഇവിടെ ചെയ്തിയാണ് എന്നെനിക്ക് ഒന്നും അറിയില്ല. കാരണം ഊഹിക്കാനേ പറ്റുള്ളൂ. ഊഹിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ കരുതുന്നു. അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഊഹിക്കാനൊന്നും ഞാനില്ല. പക്ഷെ വീട്ടിന്റെ മുമ്പിൽ ഒരു റീത്ത് കണ്ടു രാവിലെ ഒരു 5:30 മണിക്ക്. മകൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് പോകുമ്പോ അവനാണ് ഗേറ്റ് തുറക്കുക, വീട്ട് തുറക്കുക. അപ്പൊ ഗേറ്റ് തുറക്കാൻ പോകുമ്പോ അവിടെ ഒരു സംഗതി കണ്ടു. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു മാല കണ്ടു എന്ന് പറഞ്ഞു. മാല നോക്കിയപ്പോ മാലയല്ല, റീത്താണെന്ന് മനസ്സിലായി. ഇതാണ് സംഭവം. അതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്കിപ്പോ ഇനി പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. എങ്കിലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ശ്രീ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയതൊക്കെ താങ്കളാണ്. സ്വാഭാവികമായും അവിടുത്തെ CPM-കാർക്കൊന്നും താങ്കൾ അഭിമതനല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അഭിമതനല്ല എന്ന ആശയപരമായി അഭിമതനല്ലെങ്കിലും മറ്റു രീതിയിൽ അവർ അത്തരം നീരസങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു സൗഹൃദത്തിലൊക്കെയാണ് കഴിഞ്ഞു പോയിരുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് പിന്നെ ആരെയും ഞാൻ സംശയിക്കുന്നില്ല എന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, പേടി കൊണ്ടോ മറ്റോ ഒന്നുമല്ല. പേടി എന്ന് പറഞ്ഞൊരു സംഗതി ഒന്നും ഇല്ല. ഒരു തരത്തിലും പേടിക്കുന്നില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഭയം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. ഞാൻ ഇത്ര കാലമൊക്കെ ജീവിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് അതില്ല. പക്ഷെ നമ്മൾ ആരെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിന് വേണ്ട തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അതൊന്നുമില്ല. രാത്രി നടന്ന സംഭവമാണ്. തീർച്ചയായും അത് വളരെ കൃത്യമാണ്. പക്ഷേ കുഞ്ഞികൃഷ്ണനൊപ്പം നിന്ന പല ആളുകളുടെയും വീടിന് മുമ്പിൽ പടക്കമെറിയുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്തരം ചെയ്തികളെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സംശയിക്കാം. ബൈക്ക് കത്തിച്ചിട്ടുണ്ട്. ഇത് പണ്ട് മുതൽക്കേ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് ഈ റീത്ത് വെക്കലൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഇതൊരു കാലഹരണപ്പെട്ടൊരു പേടിപ്പിക്കലാണ്. കാരണം ഞാൻ ധർമ്മടത്തു നിന്ന് വരുന്ന ആളാണ്. ധർമ്മടമാണ് എന്റെ സ്വദേശം, അല്ലെങ്കിൽ എന്റെ പ്രധാനപ്പെട്ട സ്ഥലം. ജീവിച്ചിരുന്നത് തലശ്ശേരിയിലെ പഴയ കലാപകാലത്ത്, RSS മതസംഘടന കാലത്ത് ഞാൻ അവിടെ ജീവിച്ച മനുഷ്യനാണ്. അന്നൊക്കെ ഇങ്ങനെ റീത്ത് വെക്കലും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇക്കാലത്തെ ഈ സൈബർ അല്ലെങ്കിൽ ഈ കാലത്ത് ഇതൊക്കെ വളരെ കാലഹരണപ്പെട്ട സംഗതികളാണ്. ഇതുകൊണ്ടൊന്നും ആരും പേടിക്കാൻ പോകുന്നില്ല. നന്ദി സർ, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ശ്രീ അനിൽകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അദ്ദേഹം ആരാണെന്ന് പറയാൻ വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും പേടിയില്ല എന്നും പറഞ്ഞു വെക്കുകയാണ്. സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നതിലും തെറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.